പള്ളിത്തർക്കത്തിൽ കാത്തോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനത്തെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്തമാർ സഭകൾ തമ്മിൽ ഐക്യത്തിൽ മുന്നോട്ടു പോകണമെന്ന് മാത്യൂസ് മാർ തിമോത്തിയോസ് വ്യക്തമാക്കി. പ്രശ്നങ്ങളുള്ള പള്ളിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്ന് യൂഹനോൻ മാർ പോളികാർപ്പസ് പറഞ്ഞു. എന്നാൽ ദൈവസ്നേഹത്തിനും ദൈവാത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ സമാധാനത്തിനും സഭയുടെ ഐക്യത്തിനും പരിശുദ്ധത്വത്തിൻ്റെ ഉന്നതിക്കുമാകും. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ നാം പിന്തുണയ്ക്കണം. പരിശുദ്ധ കാതോലിക്ക തിരുവനന്തപുരം ഇന്ന് സമാധാനത്തിന് ആഹ്വാനം ചെയ്തത് അതുകൊണ്ടാണ്. രണ്ടാമതൊരു കാര്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തിട്ട്, ഞങ്ങൾ മെത്രാന്മാരോ പരിശുദ്ധ ബാബായോ തീരുമാനിച്ചാൽ മാറ്റാവുന്ന ഒന്നല്ല 1934 ഭരണഘടന. അത് കാലാകാലങ്ങളിൽ രണ്ട് കൂട്ടരും അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ ആവശ്യാനുസരണം ഭേദഗതി ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചതാണ്. അത് അംഗീകരിക്കണം. നമ്മൾ നിയമം അനുസരിക്കുന്ന നല്ല മക്കളാകണം. പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിവാഞ്ചയും നമുക്ക് ഒരുമിച്ചുണ്ടാകണം. നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന പള്ളികളിൽ 3 അങ്കമാലി മെത്രാസനത്തിലെ പള്ളികളാണ്. ആരെയും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഒടുവിൽ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കങ്ങളിൽ സമവായ സാധ്യത തെളിയുകയാണ്. ലക്ഷ്മി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 122 വർഷമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കം, ആ തർക്കത്തിന് ഏത് വിധേനയും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളൊരു നിലയിലേക്കാണ് ഇന്നലെ ഓർത്തഡോക്സ് സഭാ മേധാവി അദ്ദേഹം മാത്യൂസ് തൃതീയൻ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അതായത് രണ്ട് സഭകളും തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരും അതേ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ യൂഹാനോൻ മാർ പോളികാർപ്പസ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സഭ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരെയും സഭയിൽ നിന്നും ഒഴിവാക്കില്ല, പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ പോലും ആരെയും ഒഴിവാക്കില്ല, ഒരുമിച്ച് പോകാൻ എല്ലാവരും സഹകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ 1912 ഒരു തർക്കം ആരംഭിക്കുന്നു. ആ തർക്കം പിന്നീട് 1952 അവസാനിക്കുന്നു. ഒടുവിൽ 1974 വീണ്ടും പിരിയുകയാണ് ഈ രണ്ട് സഭകളും തമ്മിൽ. 1974 പിരിഞ്ഞ ഈ സഭകൾ പിന്നീട് ഒന്നു ചേർന്നിട്ടില്ല ഇതുവരെ. അതായത് കൃത്യമായി പറഞ്ഞാൽ 50 വർഷമായി ഈ സഭകൾ തമ്മിൽ നിരന്തരമായ തർക്കങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളി ഏറ്റെടുക്കൽ സമരങ്ങൾ ഉണ്ടാകുന്നു. പള്ളി ഏറ്റെടുക്കാൻ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഓർത്തഡോക്സ് സഭയിലെ മതമേലധ്യക്ഷന്മാരെല്ലാവരും എത്തുന്നു. ഈ തർക്കങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സമാധാന ആഹ്വാനവുമായി ഇപ്പോൾ ഓർത്തഡോക്സ് സഭ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും നാളെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനവും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ ഇരു സഭകളും ഒന്നിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. മാത്രമല്ല, അങ്ങനെ ഇരു സഭകളും സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.